about condemnation, you will begin to bring out guilt. ആമേൻ. ശിക്ഷാവിധിയെ പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മളിൽ നിന്ന് കുറ്റങ്ങൾ പുറത്തു വരും. If you are sin conscious, you will start sinning. ആമേൻ. പാപബോധമുള്ളവരാണെങ്കിൽ പാപം നമ്മളിൽ നിന്ന് വെളിവരും. If you are scared of God, fear will come out of you. നമ്മൾ ദൈവത്തെ ഭയന്നിരിക്കുകയാണ്, നമ്മളിൽ നിന്ന് ഭയമായിരിക്കും. But today, Bible of God, by faith, by speak righteousness, meditate on the goodness of God. A quick job will come for you quickly. You are praying for that in Jesus' name. Quick job. In the name of Jesus. Yes. Amen. Amen. ഈ ദിവസങ്ങളിൽ നിങ്ങൾ നീതിയെ പറ്റി പറയുക, നല്ല കാര്യങ്ങൾ പറയുക, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യും. ഇത് മകന് ദൈവം പെട്ടെന്ന് നല്ല ജോലി കൊടുക്കും. Hallelujah. Praise God. So God think of righteousness. Amen. ദൈവത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നീതിയെ പറ്റി ചിന്തിക്കുക. I sometimes think of it like this. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. Our heart has two doors. നമ്മുടെ ഹൃദയത്തിന് രണ്ട് വാതിലുകളുണ്ട്. One door is a door of കേൾക്കാമോ? Can you hear? One door is a door of righteousness. The other door is a door of sin or evil. ആമേൻ. ഒന്ന് നീതിയുടെ വാതിലും ഒന്ന് അനീതിയുടെ വാതിലും. Jesus has already closed the door of evil. ആമേൻ. അനീതിയുടെ വാതിൽ യേശു അടച്ചു കഴിഞ്ഞു. Keep feeding on the going in and out of the door of righteousness. എന്നാൽ നീതിയുടെ വാതിൽ കൂടി അകത്തേക്ക് കയറി ഇറങ്ങുകയും ചെയ്യുക. If you want to grow in Christian life, precious saints, you must have the foundation that you have been made righteous in Christ Jesus. ആമേൻ. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വളരണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ നീതിയാണ് എന്നുള്ള അടിസ്ഥാനം നമ്മളിൽ ബലപ്പെട്ടേ പറ്റും. Number 1. ഒന്നാമത്, you have been made right with God. നമ്മൾ ദൈവവുമായി നേരെ നല്ല രീതിയിലായി. So that the righteousness of God may be manifested through you. ദൈവത്തിന്റെ നീതി നിങ്ങളിൽ കൂടി വെളിപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ ദൈവവുമായി നീതിബന്ധത്തിലായി തീർന്നു. God has made us righteous in two ways. രണ്ട് രീതിയിൽ ദൈവം നമ്മളെ നീതീകരിച്ചു. Number 1, God has made us right with himself. ഒന്നാമത് ദൈവം താനുമായി തന്നെ നമ്മളെ നേരിട്ട് നിരപ്പിച്ചു. Romans 5:1 and 2, you know that verses, it's beautiful. If you can put it on, it says, now that we are justified with God, we have peace towards God. വിശ്വാസനീതീകരിക്കപ്പെട്ട കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ഇപ്പോൾ ദൈവത്തോട് Look സമാധാനം. at that. Therefore, being justified by faith. ആമേൻ. വിശ്വാസനീതീകരിക്കപ്പെട്ടാണ് സംഭവിക്കുന്നത്. Who justified you? ആരാണ് നമ്മളെ നീതീകരിച്ചത്? Yesterday you heard that message. ഇന്നലെ ആ സന്ദേശം നമ്മൾ കേട്ടതാണല്ലോ. God has justified you in Christ, that Jesus Christ may be the justifier and the justified one. God justified Jesus and made him a justifier. ആമേൻ. ആമേൻ. ഇന്നലെ നമ്മൾ സന്ദേശം കേൾക്കാനിടയായി തീർന്നു. ഇന്നലെ നമ്മൾ കേട്ടത് ഇതാണ്, യേശുക്രിസ്തുവിനെ ദൈവം നീതീകരിക്കുന്നവനാക്കി തീർത്തിട്ട് ആ യേശുക്രിസ്തുവിൽ നമ്മളെ നീതീകരിച്ചു. In the same way, അതുപോലെ തന്നെ God has justified us. നമ്മളെ ദൈവം നീതീകരിച്ചു. And then God makes us to stand in front of the world to prove, to demonstrate his righteousness. ആമേൻ. എന്നിട്ട് ദൈവം നമ്മളെ നീതീകരിച്ചിട്ട് ലോകത്തിന്റെ മുമ്പിൽ നമ്മളെ നിന്നിട്ട് ദൈവനീതിയെ പ്രദർശിപ്പിക്കുന്നവരാകുവാൻ ദൈവം നമ്മളെ When some നിയമിച്ചു. of you are going to stand behind a pulpit and preach, നിങ്ങളിൽ പലരും പുൾപിറ്റിന്റെ പുറകിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ maybe you will hear some demonic spirit saying out, ചിലപ്പോൾ ദുരാത്മാവ് ബാധിച്ചിങ്ങനെ പറഞ്ഞേക്കാം, who said this man to be a preacher? Who's this guy? ആമേ, ഇയാളെ ആരാ പ്രസംഗനാക്കിയത്? ഇയാളാരാ പ്രസംഗനാക്കി ചോദിച്ചേക്കാം. He comes from a bad background. ഓ, ഇയാളുടെ പശ്ചാത്തലമൊക്കെ ഞങ്ങൾക്ക് അറിയാം, He നല്ലതല്ല. was a drunkard 10 years ago. 10 കൊല്ലം മുമ്പേ കുടിച്ചുകൊണ്ട് നടന്ന ഇയാൾ. He was a debaucher 10 years ago. You see, preaching behind the pulpit, God says, that is my righteousness. ആമേൻ. ആമേൻ. ഇയാൾക്ക് പ്രസംഗിക്കാൻ എന്താണ് യോഗ്യത എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ ദൈവം പറയും, ഇത് എന്റെ നീതി പ്രകാരമാണ് ഇവൻ പ്രസംഗിക്കുന്നത്. Hallelujah. Praise God. See the righteousness, understand the righteousness of God. ദൈവത്തിന്റെ നീതിയെ തിരിച്ചറിയുക. God doesn't own anybody any apology for what he's doing. He said, I will do what I will do. Who can oppose me? My hand is with my people. Amen. I will do it. ആമേൻ. This is my righteousness. ആമേൻ. ദൈവത്തിന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ ദൈവത്തിന് ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ആരുടെ മുമ്പിൽ ഒന്നും തെളിയിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ സർവാധികാരമാണ്. ഇവനെ നീതിമാൻ ഞാൻ പ്രഖ്യാപിച്ചാൽ അവൻ നീതിമാനാണ്. Amen. Amen. How many of you now have some confidence that God can use you to heal people or restore people's relationship or to deliver people? Some confidence. How many of you have? ആമേൻ. ആമേൻ. മറ്റുള്ളവരെ സൗഖ്യമാക്കുവാൻ അല്ലെങ്കിൽ വിടുവിക്കുവാൻ, അവരെ അവർ ജീവിതത്തിൽ യഥാസ്ഥാനപ്പെടുവാൻ ദൈവം എന്നെ ഉപയോഗിക്കും എന്ന് അല്പമെങ്കിലും ആത്മവിശ്വാസമുള്ള എത്ര പേരുണ്ട്? Praise God. Why did that confidence come? എവിടെ നിന്നാണ് ഈ ധൈര്യം വരുന്നത്? Because of the work of our God in you. കാരണം നമ്മുടെ ഉള്ളിലുള്ള ദൈവപ്രവൃത്തി നിമിത്തമാണ്. He has made me righteous. കർത്താവിനെ നീതീകരിച്ചു. And he's making me to stand so that people who see me will see the righteousness of God. ആമേൻ. ദൈവം എന്നെ നീതീകരിച്ചിട്ട് നിർത്തിയിരിക്കുക. കാരണം മറ്റുള്ളവർ കാണുമ്പോൾ ദൈവനീതി എന്താണ് എന്നിൽ കൂടെ അവർ കാണുവാൻ. Hallelujah. Hallelujah. So remember, we are made righteousness of God so that the righteousness of God may be manifest through us. ആമേൻ. ദൈവം നമ്മളെ നീതീകരിച്ചത് ദൈവത്തിന്റെ നീതി നമ്മളിൽ കൂടി ലോകത്തിന് വെളിപ്പെടാനാണ്. Praise God. Abraham was an idol worshipper. ആമേൻ. അബ്രഹാം ഒരു വിഗ്രഹാരാധ്യയായിരുന്നു. And there was another great man of God in the Bible who lived at the same time like Abraham. അബ്രഹാമിന് സമകാലീനായ വേറൊരു മനുഷ്യനുണ്ടായിരുന്നു. You know his name? അദ്ദേഹത്തിന്റെ പേര് അറിയാം? Job. യോബ് എന്നാണ്. Job and Abraham lived almost at the same time.
അവരേതാണ്ട് സമകാലികനായിരുന്നു. Yes. Did you know that? നിങ്ങൾക്കറിയാമോ? Job and Abraham lived almost at the same time. അവരേതാണ്ട് ഒരേ സമയത്ത് ജീവിച്ചിരുന്നവരാണ്. Yes. Job was so holy. My God. അദ്ദേഹം വലിയ വിശുദ്ധനായിരുന്നു. Perfect. ഈ ലോകത്തിൽ തന്റെ പ്രമാണപ്രകാരം In വിശുദ്ധനായിരുന്നു. fact, God tells the devil, did you consider my servant Job? God was so confident about Job. ആമേൻ. ദൈവം പിശാചിനോട് ചോദിക്കുക, എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചു. അദ്ദേഹത്തെ പറ്റി ദൈവത്തിന് അത്രയ്ക്ക് വലിയ വിശ്വാസമായിരുന്നു. In spite of all that, God did not take Job to manifest his righteousness. He took an idol worshipper to manifest his righteousness. ആമേൻ. ഇത്രയും വിശുദ്ധനായിട്ടുള്ള ഈ യോബിനെ എടുത്ത് ദൈവത്തിന്റെ നീതിയെ ദൈവം പ്രദർശിപ്പിച്ചില്ല. ദൈവം തന്റെ നീതിയെ പ്രദർശിപ്പിച്ചത് വിഗ്രഹാരാധിയായിരുന്ന ഒരുവനെ എടുത്തിട്ടാണ്. Praise the Lord. See, it is not all that good holy people outside the church whose God is going to use. Amen, It amen. is you and me God is going to use. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വളരെ വിശുദ്ധരെന്ന് നമുക്ക് തോന്നുന്ന പലരെയും ആയിരിക്കത്തില്ല ദൈവം ഉപയോഗിക്കുന്നത്. നിങ്ങളെ എന്നെയുമാണ് ദൈവം ഈ തലമുറയിൽ ഉപയോഗിക്കാൻ കണ്ടിരിക്കുന്നത്. Be confident about that. അതിനെപ്പറ്റി ഉറപ്പുള്ളവരായിരിക്കും. Turn to your neighbor and say, it is me that God has found to manifest his righteousness. ദൈവത്തിന്റെ നീതിയെ വെളിപ്പെടുത്താൻ എന്നെ ദൈവം കണ്ടിരിക്കുന്നത്. Hallelujah. കണ്ടിരിക്കുന്നത്. Amen. Say that. എന്നെയാണ് കണ്ടിരിക്കുന്നത്. Hallelujah. Amen. Praise God. Amen. Hallelujah. Praise God. That is you ask God why? നമ്മൾ ചോദിക്കും, കർത്താവേ ഞാനേ ഉള്ളൂ, എന്തുകൊണ്ടാ? Because it brought me pleasure to think like that. ആമേൻ. ദൈവം പറയും, എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് മനസ്സാ. The Bible says, can the clay tell the potter how to make it? ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കളിമണ്ണിന് കുശവനോട് എന്നെ എങ്ങനെ മെനയണമെന്ന് പറയാൻ അധികാരമുണ്ടോ? Come on, church. Can the clay ഹല്ലേലൂയ. tell the potter, you make me like this. This is the way I should. The potter says, no, you shut up. I am making you something great. ആമേൻ, ആമേൻ, ആമേൻ. കളിമണ്ണേ നീ മിണ്ടാതിരി, എന്റെ ഇഷ്ടം പോലെ ഞാനാണ് നിന്നെ മെനയെന്ന് പറയുവാനുള്ള അധികാരം കുശവന് കളിമണ്ണിന്റെ മേലുമുണ്ട്. And remember, it is an earthen vessel. We told this morning, earthen vessel. ആമേൻ, ആമേൻ. ഒരു മൺപാത്രമാണ്. There are steel vessels outside. വെളിയിലെ അതിനെക്കാട്ടി വിലയുള്ള സ്റ്റീൽ പാത്രം, Golden vessels outside. സ്വർണ്ണപാത്രങ്ങളുണ്ട്, Silver vessels outside. അല്ലെങ്കിൽ വെള്ളിപ്പാത്രങ്ങളുണ്ട്. God said, okay, you can keep all that. Thank you, Lord. ദൈവം പറഞ്ഞു, നിങ്ങൾ അതെല്ലാം വെച്ചോ. I want earthen vessels. എനിക്കൊരു മൺപാത്രം മതി. Ordinary vessels. എനിക്ക് സാധാരണ പാത്രങ്ങൾ മതി. Ordinary vessels. ഒരു സാധാരണ പാത്രം. Hallelujah. ഹല്ലേലൂയ. That is you and me. അത് നിങ്ങൾ ഞാനും പ്രിയപ്പെട്ടവരെ. Hallelujah. Thank you, Jesus. Jesus went into Cana. യേശു കാനാവിലേക്ക് ചെന്നു. And the wedding was going on. അവിടെ വിവാഹം നടക്കുകയാണ്. The miracle has to take place. അത്ഭുതം നടന്നേ പറ്റൂ. Why didn't he choose those beautiful vessels? I'm sure for a wedding. ആമേൻ. Hallelujah. ആ വീട്ടിലുള്ള നല്ല പാത്രങ്ങൾ എന്തുകൊണ്ടാണ് യേശു വീഞ്ഞുണ്ടാക്കാൻ ഉപയോഗിക്കാൻ? I hear wedding bells. ഹല്ലേലൂയ. Praise the Lord. എനിക്ക് കല്യാണത്തിന്റെ മണി കേൾക്കുന്നുണ്ട്. ആമേൻ. Okay. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ. Why did Jesus take the vessels and not ordinary earthen vessels? ആമേൻ. ആമേൻ. പുറംപറമ്പിൽ കിടക്കപ്പെട്ട These vessels were kept at a place where everybody comes and goes, common place, marketplace. ആമേൻ, ആമേൻ. ഒരു പ്രത്യേകിച്ച് അല്ലെങ്കിൽ കലവറയോ ഉള്ളറയോ ഒന്നും അല്ല, വെറും പുറത്ത് കിടക്കുന്ന ഒരു പാത്രത്തെ ഉപയോഗിക്കാൻ ദൈവത്തെ മനസ്സിലായി. I remember when M.A. Varghese uncle came, he spoke this. Vessels of clay, vessels of honor. How many of you remember his message? Amen. That is Pastor Johnson's daddy came in 2013. He spoke about vessels of honor. You remember vessels of honor? And അദ്ദേഹം പ്രസംഗിക്കാറുള്ളത് മാനപാത്രങ്ങൾ. That's his favorite, one of his favorite. Okay. I remember him telling a story where he went to some family in UK and he saw some beautiful vessels which they were keeping specially and would give only for guests. ആമേൻ. അതേപോലെ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ അത് ഏറ്റവും വിശിഷ്ടാതിഥികൾക്ക് മാത്രം ഭക്ഷണം കൊടുക്കാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പ്രത്യേക പാത്രങ്ങളൊക്കെ ഉണ്ട്. Now many of us are like that. I don't know if you, many of us are like that. നമ്മൾ പലരും അങ്ങനെയാണ്. So when I come next week, prepare that. I'm coming to many houses next week. Prepare the best food for me. Amen. Okay. But now imagine if that is a situation, imagine what it would be in a house of wedding, a marriage house. ആമേൻ. ഇതാണ് സാധാരണ നടക്കുന്നതെങ്കിൽ ഒരു വിവാഹ വീട്ടിലെ സ്ഥിതി എങ്ങനെ ആയിരിക്കും? Hallelujah. But Jesus said, fill those water pots. ആമേൻ, ആമേൻ. ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാനാണ്. Common water pots. വെറും സാധാരണ വെള്ളപാത്രം. They did it immediately. അവർ പെട്ടെന്ന് ചെയ്തു. Hallelujah. ആമേൻ. And Jesus said, all right, take it and give it to people. യേശു കർത്താവ് പറഞ്ഞു, അത് ആളുകൾക്ക് വിളമ്പുക. Now think. Some people would say, that water has been made wine. ആമേൻ. ആളുകൾ പറയും, ഈ വൃത്തികെട്ട പാത്രത്തിൽ കിടന്ന വെള്ളമാണോ ഈ വൈൻ? നിനക്ക് വേണേ കുടിച്ചാ. If you want, you drink. That is Jesus' attitude, by the way. ആമേൻ. അതാണ് യേശുവിന്റെ മനോഭാവം. I'm telling this church a word. സ്തോത്രം. സഭയ്ക്ക് ഞാനൊരു വചനം When പറയും. some of you go into some houses, നിങ്ങൾ ചില വീടുകളിൽ പോകുമ്പോൾ probably they may tell you,
അവരൊരു പക്ഷെ പറഞ്ഞേക്കാം, We don't want this. ഞങ്ങൾക്ക് ഇത് വേണ്ട. Praise the Lord. ആമേൻ. You give glory to God and find another house. ആമേൻ. ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് അടുത്ത വീട്ടിലേക്ക് പോകണം. I want to tell this church very clearly. ഞാൻ ഈ സഭയോട് വ്യക്തമായി The Lord പറയട്ടെ. doesn't like you to be dishonored. ആമേൻ. നിങ്ങൾ അപമാനിക്കപ്പെടുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. Go and preach the gospel in love. സ്നേഹത്തിൽ സുവിശേഷം അറിയിക്കുക. If they cast you out or deny you, bless them. It says, say, Lord, take care of them on the day of judgment. But we are leaving. ആമേൻ. എന്നാൽ അവർ നിങ്ങളെ തള്ളിക്കളഞ്ഞാൽ, കർത്താവേ ഇവരെ ന്യായവിധിയുടെ ദിവസത്തിൽ അവിടുന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ അനുഗ്രഹിച്ചു പോകും. See, as a pastor, I don't like the people in the church to be humiliated. How much more our pastor, Jesus. ആമേൻ. You are not ordinary people. You have been filled with awesome wine. ആമേൻ. ആമേൻ. ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾ ആരും അവമാനിക്കപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല എങ്കിൽ കർത്താവായ യേശുവിന് അത്ര അധികം നിങ്ങളുടെ അപമാനത്തെ യേശു You don't ഇഷ്ടപ്പെടുന്നില്ല. carry, or you and I may not be the best vessels in town. I am not. ആമേൻ. ഈ ദേശത്തിലെ ഏറ്റവും നല്ല പാത്രങ്ങൾ നമ്മളായിരിക്കില്ല, ഞാനായിരിക്കില്ല, Nyanalla. You can Nyanalla. decide for yourself. നിങ്ങൾക്ക് തീരുമാനിക്കാം. But I have his wine in me. എന്നാൽ എനിക്കുള്ള എന്താന്ന് വെച്ചാൽ അവന്റെ മധുരമുള്ള വീഞ്ഞ് എന്റെ And I do think you also have that wine in you. നിങ്ങൾക്കും ആ വീഞ്ഞുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. And once you carry the wine, that jar which carries the wine is more important than all the other great vessels in that house. Hallelujah. ആമേൻ. ആമേൻ. ഒരിക്കൽ ആ ദൈവത്തിന്റെ വീഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും വിലയുള്ള പാത്രങ്ങളെക്കാൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വിലയുള്ളത് നിങ്ങളാണ്. Hallelujah. That is the righteousness of God. അതാണ് ദൈവത്തിന്റെ നീതി. Amen. Praise God. Jesus was the righteousness of God. ദൈവത്തിന്റെ നീതിയായിരുന്നു യേശു. Now Jesus did not go and mix with all the Pharisees and Sadducees and said, come on guys, let us have a program. Let us have let us all be together and start praying for the nation. Jesus didn't spend his time with these people. ആമേൻ. യേശു എല്ലാ പരീശനെയും എല്ലാ സദൂക്യനെയും വിളിച്ചുകൊണ്ട് നമുക്ക് ദേശത്തിന് വേണ്ടി കുന്നിച്ച് പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചില്ല. Jesus said, I have come to do my Father's will. യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ വന്നിരിക്കുന്നു. If you believe, you can also understand the Father through me. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ പിതാവിനെ നിങ്ങൾക്ക് എന്നിൽ കൂടെ മനസ്സിലാകും. That is the Father's righteousness. അതാണ് പിതാവിന്റെ നീതി. Now you may ask me, why did not God the Father reveal these truths to the Pharisees all around? Because everything was available in the Son. ആമേൻ. ആമേൻ. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങള് പരീശന്മാരെ ദൈവം വെളിപ്പെടുത്താത്തത്? കാരണം ദൈവത്തിന്റെ നീതിയും എല്ലാം പുത്രനിലാണ് അടങ്ങിയിരിക്കുന്നത്. I'll show you a picture in the Old Testament. പഴയ നിയമത്തിലെ ഒരു ചിത്രം I'm കാണിക്കാം. talking about God's righteousness. ദൈവത്തിന്റെ നീതിയെ പറ്റിയാണ് പറയുന്നത്. Hallelujah. Praise God. Why, in spite of all the other 7 brothers, why was it that David was chosen? ആമേൻ. മറ്റനേകം നല്ല സഹോദരന്മാരുണ്ടായിട്ടും ദാവീദിനെ എന്തുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തു? Come on. No, not because he was anointed. Anointing came after. Why was he selected? ആമേൻ. അതിന്റെ ആൻസർ അതിനകത്തുണ്ട്. അവിടെ തന്നെ ഉത്തരവുണ്ട്. Let's read the Bible. Come on. വചനം നോക്കാം. Let's look to 1 Samuel 16. 1 ശമൂവേൽ 16 നോക്കാം. Let's look to 1 Samuel 16. When the prophet goes to anoint the elder brother, immediately the Holy Spirit tells him, no, I don't see as man sees. ആമേൻ. ആമേൻ. പ്രവാചകൻ മൂത്തമകനെ അഭിഷേകം ചെയ്യാനായിട്ട് പോകുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, അവന്റെ മുഖമോ അവന്റെ പൊക്കമോ നോക്കരുത്, മനുഷ്യൻ കാണുന്ന പോലെയല്ല. ആമേൻ. എനിക്കൊരു സംശയമുണ്ട്, നമ്മളും ഈ കണ്ണിന് കാണുന്ന പോലെ പോവുകയാണ്. അതൊക്കെ ബ്രേക്ക് ചെയ്യണം. Don't go by what you see with your eyes. ആമേൻ. ആമേൻ. You know, when you in the morning when you look into the mirror, me going to glorify God. നമ്മുടെ തന്നെ പ്രതിച്ഛായ കണ്ടിട്ട് ഞാനാണോ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോകുന്നത്, എവിടെ നടക്കാനാണ് നമ്മൾ ചിന്തിക്കരുത്. No, God said, I seen you before the foundations of the world. I chose you. I separated you to manifest my glory, and I will do it. ആമേൻ. ദൈവം പറയുന്ന ലോക സ്ഥാപനത്തിന് മുമ്പ് എന്റെ തേജസ് വെളിപ്പെടുത്താൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് നീ അത് ചെയ്യും. Don't be carried away by looks. ആമേൻ. പുറത്തുള്ള നോട്ടം കണ്ട് കാര്യങ്ങൾ തീരുമാനത്തിലെത്തരുത്. Now what I'm going to tell you a joke, take it well. ഹല്ലേലൂയ. ഒരു തമാശ പറയാം, നല്ല രീതിയിൽ A man was desperately looking for a bride. ഒരു മനുഷ്യൻ ഒരു വധുവിനെ അന്വേഷിക്കാം. He looked to so many photographs. ഒത്തിരി ചിത്രങ്ങൾ നോക്കി Finally found a bride. അവസാനം ഒരു വധുവിനെ കണ്ടെത്തി. And he married. അദ്ദേഹം വിവാഹം കഴിച്ചു. So happy. വളരെ സന്തോഷം. So the day of marriage, after everybody left, they were talking to one another in the bed. I mean, they were talking to, they were in the bed. ആമേൻ. They were talking to one another. വിവാഹശേഷം അവർ ഒന്നിച്ച് സംസാരിക്കുകയാണ്. So they were about to pray and go to sleep. അവർ പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങാൻ തുടങ്ങി. So they prayed together. ഒന്നിച്ച് പ്രാർത്ഥിച്ചു. Then, the bride asked her, sir, what was the attraction point that you found in me? ആമേൻ. ഭാര്യ ചോദിച്ചു, അങ്ങക്ക് എന്നെ വിവാഹം കഴിക്കാൻ തക്കവണ്ണം ഉള്ള പ്രേരണ തന്ന എന്താ കൊണ്ടാണ്? I really love your teeth. ആമേൻ.
അദ്ദേഹം പറഞ്ഞു നിന്റെ പല്ല് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. It's so beautiful. അത് വളരെ മനോഹരമാണ്. You know what she said? അവളെന്ത് പറഞ്ഞത്? Sweetheart, I'm sorry, but I have to remove it now. This is artificial. അവര് പറഞ്ഞു അയ്യോ എന്നോട് ക്ഷമിക്കണം, ഇത് കൃത്രിമമായിട്ടുള്ള വെപ്പുവല്ലാണ്, ഞാനിത് ഊരി മാറ്റി. People of God, that is what happens when people look. We are not people like that. We are seeing in the Holy Ghost. Amen. Don't look into the mirror and look down on yourself. You are a masterpiece of God. ആമേൻ ആമേൻ. പുറമേ ഉള്ള നോക്കുമ്പോൾ ഇതുപോലെ സംഭവിക്കും. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ പ്രത്യേക കർത്താവിന്റെ കരവിരുത് പ്രദർശനമാക്കിയ കർത്താവിന്റെ ശ്രേഷ്ഠ സൃഷ്ടികളാണ്. Amen. ആമേൻ. You and I were, earth pots, but not anymore because you carry the wine. ആമേൻ ആമേൻ. ഞാനും നമ്മള് മൺപാത്രങ്ങൾ തന്നെയാണ്, അതിന് സംശയമില്ല. എന്നാൽ ഇപ്പോൾ കർത്താവിന്റെ വിലയേറിയ വീഞ്ഞ് നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് വ്യത്യാസം. That is the righteousness of God. അതാണ് ദൈവനീതി. Amen. God is not looking after all the great things of the world to manifest himself. He's looking for people like us. But once he has used us to bring out wine, we are the best in the house. ആമേൻ ആമേൻ. ദൈവം തന്റെ നീതി വെളിപ്പെടുത്താൻ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠ പാത്രങ്ങളെ അല്ല ദൈവം നോക്കുന്നത്, നമ്മളെ പോലെയുള്ളവരെ നോക്കുന്നത്. എന്നാൽ ദൈവം അത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ദൈവം നമ്മളെ മറ്റുള്ളവരുടെ നീതിയാക്കി, മറ്റുള്ളവർ ദൈവനീതി എന്താണെന്ന് കാണുവാൻ നമ്മളെ ഇടയാക്കും. That is the righteousness of God. അതാണ് ദൈവീയ നീതി. Now remember, we heard the word yesterday in Romans or Corinthians. God was able to save people through the foolishness of preaching. ആമേൻ ആമേൻ. അല്ലെ, വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്താൽ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി നമ്മൾ കേട്ടു. You heard that, right? നിങ്ങൾ കേട്ടല്ലോ. Why? I want to go one more step. I want to go deeper into that today with you, just for a minute. Why does God do that? എന്തുകൊണ്ടാണ് ദൈവം ഈ ഭോഷത്വമായതിനെ തിരഞ്ഞെടുക്കുന്നത്? Nobody should glory in the presence of God. ആമേൻ ആമേൻ. ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കാനാണ്. Amen. ആമേൻ. You see, if you take a silver plate and God begins to change that silver plate, the water in the silver plate can say, actually, I still have, people are attracted to me because of the silver. That is why God used me. But if you ask that common pot, it has nothing to say. Amen. I suddenly have become prominent because of what the Lord has put in my heart. Amen, amen. Or the Lord has used the water in me to change into wine. ഹല്ലേലൂയ. വെള്ളിപ്പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ആളുകൾ കൊടുക്കുവാന്ന് ആ വെള്ളിപ്പാത്രം പറഞ്ഞു, അയ്യോ ഞാൻ എത്ര നല്ല ലോഹമാണെന്നറിയാം, എന്തൊരു തിളക്കമാ, അതുകൊണ്ട് എന്നെ ഉപയോഗിച്ചു. അതേസമയം ഈ മൺപാത്രത്തിനെ ഉപയോഗിക്കുകയാണെങ്കിൽ മൺപാത്രത്തിന് ഒന്നും പറയാൻ പറ്റില്ല, എന്നിൽ യാതൊന്നുമില്ല, കർത്താവെ നിന്റെ വീഞ്ഞ് നിറച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രയോജനമുള്ളതായത്, എന്റേതല്ല നിന്റേതാണെന്ന് പൂർണ്ണമായിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. Amen. That is the righteousness of God. അതാണ് ദൈവത്തിന്റെ നീതി. That is the working pattern of God. അങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. Again, let me give you another example. വീണ്ടും ഒരു ഉദാഹരണം പറയട്ടെ. The Bible, Paul tells the Corinthian church, God has chosen the base and the foolish and the vile of this world to confound the learned, the wise of this world. ആമേൻ. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ കുലഹീനവും ബലഹീനതും ഭോഷത്വവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. God, that is God's righteousness. അതാണ് ദൈവത്തിന്റെ നീതി. God has chosen the base and the vile and the foolish of this world to confound the great. 2 Corinthians 2:4 ആണ് തോന്നുന്നു. ആമേൻ ആമേൻ. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വവും കുലഹീനവുമായതിനെ തിരഞ്ഞെടുത്തു. 1 Corinthians ആണോ? 1 Corinthians. Okay, let's read that. 1 Corinthians. ഹല്ലേലൂയ. ഏതുമില്ലാത്തതും. 1:27. Yeah. 1:27. Yeah, read that. 1 Corinthians 1:27. There you go. See, these are all, my brothers and sisters, these are all manifestations of the righteousness of God. In other words, God says, this is my righteousness. This is the way I work. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ നീതിയുടെ പ്രദർശനം ഇങ്ങനെയാ. ലോകം നോക്കുന്ന പോലെയല്ല, ദൈവം ഇങ്ങനെയാണ് ചെയ്യുന്നത്. Amen. Praise God. Why did God choose Mary? എന്തുകൊണ്ടാണ് മറിയ ദൈവം തിരഞ്ഞെടുത്തത്? To be the mother of his son. എന്റെ പുത്രന്റെ അമ്മയാകുവാൻ എന്തിനാണ് മറിയ തിരഞ്ഞെടുത്തത്? You tell me. സ്തോത്രം. The Bible says, ദൈവവചനം പറയുന്നു, hail you highly favored one. ആമേൻ. നീ സ്ത്രീകളിൽ ഏറ്റവും ഭാഗ്യവതിയാണെന്ന് പറയും. Favored one. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. Is it because Mary was good or is it because God chose her? ആമേൻ. മറിയയുടെ സ്വയം നന്മയാണോ ദൈവത്തിന്റെ കൃപ ലഭിച്ചത് കൊണ്ടാണോ? As you go down the scriptures, you can see how Mary herself becomes imperfect. ആമേൻ ആമേൻ. അത് മുന്നോട്ട് മറിയ തന്നെ പറ്റി പറയുമ്പോൾ മറിയയുടെ അപൂർണതകൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. One day Mary is asking Jesus. ഒരു ദിവസം മറിയ യേശുവിനോട് ചോദിക്കുക.
He's gone out of his head. Mark 23 says Yes, very yes. clearly. Hallelujah. Mary says he's out of his head. Amen, Mary herself says, the one who carried Jesus in her womb. Hallelujah. When Jesus says, you know, one day Mary came and said, somebody said, Lord, your mother and your brothers are waiting for you. The Lord says, those who hear the word of God, those who are sitting and for you, they are my brothers and sisters. Amen. Then Mary said, he's out of his mind. ആമേൻ ആമേൻ. ഒരിക്കല് യേശുവിനെ തിരക്കി മറിയ വന്നപ്പോൾ അതിൽ അമ്മയും സഹോദരന്മാരും നിൽക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ദൈവവചനം പ്രമാണിക്കുന്നവരത്ര എൻ്റെ അമ്മയും സഹോദരന്മാരെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, മറിയ സഹോദരൻ പറഞ്ഞു, ഇവനെ ബുദ്ധിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറയുവാനായിട്ട്. She was, you know what I'm saying? സ്തോത്രം. She's trying to get your attention. Take her. She was, you see, she was an ordinary person who received grace. That's the point. ആമേൻ. വളരെ സാധാരണക്കാരിയായ ഒരു സ്ത്രീ ദൈവത്തിന്റെ കൃപ ലഭിച്ചവളെന്നാണ് വ്യത്യാസം. Amen. സ്തോത്രം. Hallelujah. Praise God. That is the righteousness of God. അതാ ദൈവിക നീതി. That's the manifestation of the righteousness of God. ദൈവനീതി അങ്ങനെയാണ് വെളിപ്പെടുന്നത്. So never question your election. Never question somebody else's election. You have been selected by God to manifest His glory. ആമേൻ. അതുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യരുത്, മറ്റാരുടെയും തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യരുത്. ദൈവത്തിന്റെ തേജസ്സിനെ പ്രദർശിപ്പിക്കാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കും. Amen. You see, David, when he went into the battle, ദാവീദ് യുദ്ധത്തിന് പോയപ്പോൾ who opposed him most? ആരാ അദ്ദേഹത്തെ ഏറ്റവും എതിർത്ത്? His own brothers, not Philistines. ഫിലിസ്ത്യരെക്കാളധികം സ്വന്തം സഹോദരന്മാരാ. You can expect that. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത്. What is the revelation you have which we don't have? We have been in this land for 35, 40 years. We have been playing holiness and Pentecostal. You started yesterday. What is so great about it? Tell, we love our God. We have been selected by God. ആമേൻ. ഞങ്ങൾ ഇത്രയും നാളായിട്ട് ഞങ്ങൾ ഇത്രയും വിശുദ്ധിയും വേർപാടും ഉള്ളവര്, നീ ഇന്നലെ ഇങ്ങോട്ട് വന്ന് നിനക്കാണോ അറിയാവുന്നത്? അവർ നമ്മൾ ധൈര്യമായിട്ട് പറയുക, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവമാണ് ഞങ്ങളുടെ എല്ലാം. Amen. Praise God. That's the beauty of the righteousness of God. അതാണ് ദൈവത്തിന്റെ നീതിയുടെ പ്രത്യേകത. So remember, when God has justified you in Christ, and when God has called you and made you righteous, He is manifesting His righteousness through you, through your election. ആമേൻ. നമ്മളെ ദൈവം നീതീകരിക്കുമ്പോൾ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രകാരമുള്ള ദൈവിക നീതിയെ നമ്മളിൽ കൂടെ ദൈവം പ്രദർശിപ്പിക്കാം. Next point. അടുത്ത പോയിന്റ്, I said God is manifesting His righteousness through your election. ആമേൻ. നമ്മുടെ തിരഞ്ഞെടുപ്പ് കൂടി ദൈവനീതിയെ ദൈവം വെളിപ്പെടുത്തുന്നു Now പറഞ്ഞു. I'm going to tell you the next point. Are you with me? ഹല്ലേലൂയ. രണ്ടാമത്തെ പോയിന്റ് പറയട്ടെ. Have you seen how sometimes servants of God come under severe ridicule? ആമേൻ. ദൈവത്തിന്റെ ദാസന്മാർ വളരെ പരിഹാസ്യരായി തീരുന്നത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടോ? Have you? സ്തോത്രം. I've seen in India how people abuse or speak badly about servants of God on YouTube. Does it happen in Africa? Oh yeah, it does. The other day I saw a pastor. He was caught red-handed in a bad thing, and somebody took a photo of him and put it on the YouTube. ഹല്ലേലൂയ. ആഫ്രിക്കയിലും എല്ലായിടത്തും In America also they do it. അമേരിക്കയിലും അങ്ങനെ നടക്കാറുണ്ട്. Now let me ask you a question. Now what I'm going to tell you is can be, you should take it in a good way. ആമേൻ. നല്ല രീതിയിൽ നമ്മൾ ഇതിനെ എടുക്കണം. I'm not promoting sin. I'm not. പാപത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. I will never promote sin. Hallelujah. ഒരിക്കലും ഞാൻ പാപത്തെ പ്രൊമോട്ട് ചെയ്യുകയില്ല. But I have a question for you. ഞാൻ ചോദിക്കട്ടെ, If God has called a man into the ministry, ഒരു മനുഷ്യനെ ദൈവം ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ will God stand with him or not? ദൈവം അദ്ദേഹത്തോടൊപ്പം നിൽക്കുമോ ഇല്ലയോ? You should think about it നമ്മൾ ചിന്തിച്ചിട്ട് or പറയാം. pray about it and answer. ആമേൻ. അല്ലെ പ്രാർത്ഥിച്ച് മറുപടി പറയുക. Absolutely. ദൈവം നിൽക്കും. What if he makes a mistake? അദ്ദേഹത്തിന്റെ അബദ്ധം പറ്റിയാലോ? What if he says, what if his understanding is not perfect? ആമേൻ. അദ്ദേഹത്തിന്റെ തിരിച്ചറിവ് മനസ്സിലാക്കിയത് ശരിയല്ല ആയിരുന്നില്ലെങ്കിൽ, What if he fell into sin? അദ്ദേഹം പാപത്തിൽ വീണു പോയെങ്കിൽ? God's righteousness is, it's okay, they'll take care of it. Amen. Is God, remember people, God manifests His righteousness through His character. If Pastor George has been called into a full-time ministry, and if God has called a ministry, he may have 100 shortfalls. God forbid. God will still stand with him. ആമേൻ. ഒരു All of വ്യക്തി us. നമ്മളെല്ലാവരെയും ദൈവം വിളിക്കുമ്പോൾ നമുക്കൊരു ഫുൾ ടൈം മിനിസ്ട്രിക്കോ അല്ലെങ്കിൽ ഏത് ശുശ്രൂഷയ്ക്ക് ദൈവം നമ്മളെ തിരഞ്ഞെടുത്താലും ദൈവം തന്റെ പൂർണ്ണ അധികാരത്തോടെ ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കും. When Dr. D.G.S. Dinagaran, a great man of God who God used so powerfully in India, okay, a great man of God, when he calls a meeting, millions come in Chennai, that beach is full of people. He was asked by God to buy an expensive car. Amen. But he, being a humble man, he told Lord, I'll just go for an ambassador. In those days, there was a car called Ambassador in India. You know, that the company is no more there, just for information. So he said, let's go for an ambassador. And the next day or the day, he had a major accident. His daughter passed away. And the Lord said, I told you to go for an expensive car.
and you didn't obey me. He has written it down in his. But after his daughter died, what is her name? Something. Oh, that's an angel too. After his daughter died, my God, how people have criticized that man. They said he's after money, he's after riches. When he started a university, like Oral Roberts, a man of God, started a university in Oklahoma. This man also, God gave him a vision to start. That is what the Karunya University you have in Coimbatore in India. My goodness, people began to throw stones at him left, right, and center. Amen. Amen. Still, he had, I think, a heart attack, or he had some kidney problem. He had some problem. People said, you go around healing people. Why can't you heal yourself? Still, God was with him. Hallelujah. I want to tell you one mark. Today in Tamil Nadu, there is a road, Dr. D.G.S. Dinagaran Road. Amen. It is a way of God saying, that is my man. Amen. In goodness or badness. D.G.S. എന്ന് പറയുന്ന ദേവദാസൻ വളരെയധികമായി ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു കാറ് വാങ്ങിച്ചു. അതുപോലെ മകൾക്ക് അപകടമുണ്ടായി. യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇതൊക്കെ ചെയ്ത്, പക്ഷേ ആളുകൾ അതിനെപ്പറ്റി പല രീതിയിൽ പറയുവാനിടയായി. അദ്ദേഹത്തിന് രോഗമുണ്ടായിരുന്നു. അപ്പോൾ അതേസമയം തന്നെ അദ്ദേഹം രോഗികളെ സൗഖ്യമാക്കാൻ അദ്ദേഹത്തെ ഉപയോഗിച്ചു. അപ്പോൾ അദ്ദേഹത്തെ പറ്റി ആളുകൾ പല രീതിയിൽ ദൈവികമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ D.G.S. ദിനകരൻ റോഡ് എന്ന് പറഞ്ഞ റോഡ് തന്നെയുണ്ട്. എന്നാൽ ദൈവം അദ്ദേഹത്തോട് ദൈവത്തിന്റെ നീതി ഇതിൽ കൂടിയൊക്കെ വെളിപ്പെടുത്തി എന്ന് നമ്മൾ അറിയും. As another great man of God called I know his name, Theodore Williams in India. Where ദേവദാസൻ Theodore Williams, Indian. Such an awesome vision he had. അദ്ദേഹത്തിന് വളരെ ശ്രേഷ്ഠമായ ഒരു ദർശനം ഉണ്ടായിരുന്നു. In my knowledge, Theodore Williams was the first man in India who had the boldness to say, we don't want American money, we don't want any other money. God will raise up Indian money. Amen. And he has so many missionary outfits. Towards the end of his life, something went wrong. Oh, people were hunting him as though they were waiting to find fault with him. Amen. He stepped down, he resigned, and then the Lord restored him. തിയോഡോർ വില്യം എന്ന് പറയുന്ന ദേവദാസൻ ആദ്യമായിട്ട് അദ്ദേഹമാണ് ഇന്ത്യയിൽ പറഞ്ഞ ഞങ്ങൾക്ക് വെളിയിൽ നിന്നുള്ള പണത്തോടു കൂടിയല്ല, ഇന്ത്യയിൽ തന്നെ നമ്മൾ കർത്താവിൻ്റെ സുവിശേഷത്തിനായിട്ട് പണം റേസ് ചെയ്തിട്ട് ഇവിടെ സുവിശേഷവൽക്കരണം നടത്തുമെന്ന് പറഞ്ഞ ദേവദാസൻ വളരെ ശക്തമായിട്ടുള്ള നല്ല ദർശനം ഉണ്ടായ ദേവദാസ ജീവിതത്തിന്റെ അന്ത്യത്തിൽ അദ്ദേഹത്തിന് എന്തോ വീഴ്ചകൾ സംഭവിച്ചു. ആളുകൾ അദ്ദേഹത്തെ പറയുവാൻ ഇടയായി. Benihin, you know what happened to Pastor Benihin? ബെനിഹിൻ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? In 2009 his wife left him. 2009 അദ്ദേഹത്തിന്റെ ഭാര്യ people were waiting to throw stones at Benihin. ആളുകൾ കല്ലെറിയാൻ കാത്തിരിക്കുകയാണ്. In 2012 Susain came back. Susain Hind, that is his wife's name, she came back. 2012 അദ്ദേഹത്തിന്റെ ഭാര്യ മടങ്ങി വന്നു. Why? എന്തുകൊണ്ടാണ്? Because the righteousness of God says, I will be with you no matter what you go through. ആമേൻ. ദൈവത്തിന്റെ നീതി പറയുന്നത് നീ എന്തിൽ കൂടെ പോയാൽ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. God doesn't stand with us seeing our righteousness. നമ്മുടെ നീതി കണ്ടുകൊണ്ടല്ല ദൈവം നമ്മളോട് നിൽക്കുന്നേ. Please understand this and be strong in it. God is standing because you have received his righteousness upon you. Hallelujah. പ്രിയപ്പെട്ട നമ്മുടെ സ്വയനീതി കണ്ടുകൊണ്ടല്ല ദൈവം നിൽക്കുന്നത്. ദൈവത്തിന്റെ നീതി നമ്മുടെ മേൽ ഇട്ടിട്ടുണ്ട്. അത് മുഖാന്തരമാണ് ദൈവം ഒരു ദൈവത്തിന്റെ നീതിമാനോടൊപ്പം നിൽക്കുന്നത്. When you go by this righteousness of God, you will become strong in that righteousness. Amen. And unlike any of these people, you don't have to fail. You don't have to sin. You don't have to run after Bathsheba. You don't have to, kill somebody to get his wife. You don't have to make mistakes. Every new generation that comes in Christianity, learn from the mistakes of these people and glorify God. Because he is your righteousness. Amen. പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം നീതി കൊണ്ടല്ല, ദൈവത്തിന്റെ നീതിയാൽ ദൈവം എന്നെ നീതിമാൻ എന്ന് വിളിച്ചത് കൊണ്ട് ആ നീതിയോടൊപ്പം ദൈവം നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഏത് സാഹചര്യത്തിൽ കൂടി കടന്നു പോയാലും ദൈവം എന്നെ നിലനിർത്തുമെന്നുള്ള ചിന്ത നമ്മളിൽ നിറയുമ്പോൾ നമ്മൾ പാപം ചെയ്യത്തില്ല, നമ്മൾ വീഴ്ച പോകത്തില്ല. അതിനെ അതിജീവിക്കാനുള്ള ശക്തിയായിട്ട് ദൈവിക നീതി നമ്മൾ വെളിപ്പെടുവാനിടയായി. God doesn't leave you 50% and go. ദൈവം 50% നമ്മളെ പിടിച്ചിട്ട് വിടത്തില്ല. Amen. Amen. If it is righteousness throughout. Amen. ദൈവം നീതിമാൻ നമ്മളെ വിളിച്ചാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ നീതിമാൻ വിളിക്കും. Say God doesn't owe anybody any excuse, any reason. Amen. Why are you making so and so to become a pastor? Hallelujah. Because I wanted it so. Amen. He is not perfect. I will make him perfect. Amen. He is not preaching the right way. I will make him preach the right way. Hallelujah. He is not doing the right thing. I will do it. Amen. ഇന്ന വ്യക്തി എന്തുകൊണ്ട് പാസ്റ്ററാക്കി, അദ്ദേഹം പ്രസംഗിക്കുന്നത് ശരിയല്ല, അദ്ദേഹത്തിന് കുറവുണ്ട്. ദൈവം പറയാം ഞാനത് ശരിയായിക്കോളാം, ഞാനാണ് ചെയ്യുന്നത് എന്ന് ദൈവം തന്റെ അടുത്തോട്ട്. Many servants of God who have come here, they have all gone through such
opposition at one time. ആമേൻ. ഇവിടെ വന്ന പല ദേവദാസന്മാരും പല പ്രതികൂലങ്ങളിൽ കൂടി കടന്നുപോയവരാണ്. But they're all shining bright. എന്നാൽ അവരെല്ലാം നല്ലപോലെ പ്രകാശിക്കുക. I don't want to say some of the conflicts, I know many of them for so many years. But God has been faithful to them. ആമേൻ. അവർ പലരും പല പ്രയാസം കൂടി കടന്നുപോയവരാണ്. എങ്കിലും ദൈവം അവരോട് വിശ്വസ്തരായി അവരെ നിലനിർത്തുന്നു. Shall I tell you a secret which you must hold on to tonight? ഇന്ന് രാത്രി നമ്മൾ പിടിച്ചുകൊള്ളേണ്ട ഒരു സത്യം പറയാം. Hebrews 4:11 and 12. എബ്രായലേഖനം 4:11 May you become strong in the righteousness of our God. നമ്മുടെ ദൈവത്തിന്റെ നീതിയിൽ നമ്മൾ ബലപ്പെടുവാൻ, ധൈര്യപ്പെടുവാൻ. Hebrews 4:11 and 12. May you become a bold people in Jesus. ആമേൻ. ക്രിസ്തുവിൽ നമ്മൾ ഉറപ്പും ധൈര്യമുള്ളവരാകുക. If God is for us, who can be against us? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. Hebrews 4:12. If we have to do നമുക്ക് കാര്യമുള്ളത് 4:1-2 ആണോ? We have to do with him. Everything lies before God open. Hebrews 4:13. This is the one. ഇതാണ് ആ വചനം. Look at this. ശ്രദ്ധിക്കുക. Just look at this word. ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചേ. We have anything to do only with God. നമുക്ക് കാര്യമുള്ള ദൈവമായിട്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ. Not with other people. മറ്റുള്ളവരുമായിട്ടല്ല. ഇത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, ആഴത്തിലേക്ക്, നിങ്ങളുടെ ആത്മാവിലേക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇത് ശക്തമായിട്ട് ഉറപ്പിക്കട്ടെ. Let the Holy Spirit strengthen these words and write it in his own fingers tonight to you. We have to do only with God. നമുക്ക് ദൈവമായിട്ട് മാത്രമേ കാര്യമുള്ളൂ എന്നുള്ള കാര്യം ദൈവം അടിവരയിട്ട് ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിന്റെ മാംസപ്പലയിൽ എഴുതി ഉറപ്പിക്കട്ടെ. നമുക്കിതിൽ ബലപ്പെടാം, ധൈര്യപ്പെടാം. Who called you into the gospel? ആരാ നമ്മളെ സുവിശേഷത്തിൽ വിളിച്ചത്? Come on. ആമേൻ. Who made you righteous? ആരാ നീതീകരിച്ചത്? Who washed your sins? ആരാ പാപം കഴുകിയത്? Who led you into the waters of baptism? ആരാ സ്നാനപ്പെടുത്താൻ Who ഇടയായത്? brought you into the church? ആരാ സഭയെ Who കൊണ്ടുവന്നത്? is taking care of you? ആരാ നിങ്ങളെ He പാലിക്കുന്നത്? is the only one you have to be answerable for. ഇതെല്ലാം ചെയ്യുന്ന ദൈവത്തോട് മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. Why are you scared of man? മനുഷ്യൻ എന്തിനു ഭയപ്പെടുന്നു? What can man do to you? മനുഷ്യൻ നിന്നോട് എന്ത് ചെയ്യാൻ പറ്റും? Nothing. ഒന്നും പറ്റത്തില്ല. Somewhere in the Bible it says, do not fear. What can man do to you? ആമേൻ. വചനത്തിൽ പറയുന്നുണ്ട് മനുഷ്യനെ ഭയപ്പെടരുത്. സങ്കീർത്തനത്തിലാണ്. ആണോ? മനുഷ്യൻ നിന്നോട് എന്ത് ചെയ്യാൻ പറ്റും? സങ്കീർത്തനം. ഹല്ലേലൂയ. മനുഷ്യനോട് എന്ത് ചെയ്യാൻ പറ്റും? Please read the Psalms because there are beautiful prophecies. അതിനകത്ത് Please read Psalms because there are some anointed prayers. Only thing, be careful. Read it with the new covenant. Ask God for discernment when you read Psalms. That is all. And I tell you, though some riches are there. When you see through the Lord Jesus Christ, you will be surprised at the book of Psalms. ആമേൻ. സങ്കീർത്തനത്തിൽ സങ്കീർത്തനം വായിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒത്തിരി കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങളുണ്ട് അതിനകത്ത്. നിങ്ങൾ വായിക്കുക. Hallelujah. Praise God. So people of God, remember, we have nothing to do with people. നമുക്ക് ആ മനുഷ്യരോട് ഒരു കാര്യവുമില്ല. We have nothing to do with people. ആളുകളോട് ഒരു കാര്യവുമില്ല. You should stop pleasing people so that you can serve God effectively. ആമേൻ. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് മനുഷ്യന്മാരുടെ ഇടപാടുള്ള നിർത്തും നന്നായിരിക്കും. I want the whole church to follow that vision tonight. This is all about the righteousness of God. ഇതെല്ലാം ദൈവത്തിന്റെ നീതിയെ പറ്റിയുള്ള What കാര്യങ്ങളാണ്. did Jesus say? You cannot please God and men together. നിങ്ങൾക്ക് ദൈവത്തെ മനുഷ്യനെ ഒന്നിച്ച് പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് Verse Galatians 1:10. ആമേൻ. ഗലാത്യലേഖനം 1:10 പറയുന്നു. What does it say? ആമേൻ. അതെന്ത് പറയുന്നു? Galatians 1:10. Let's read that. നമുക്ക് ഒന്നിച്ച് വായിക്കാം. Oh, look at that. Do I seek to please man? ഞാൻ മനുഷ്യയോ Paul is saying, if I yet please men, I should not be the servant of Christ. ആമേൻ. ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ദൈവത്തിന്റെ ദാസനായി ഇരിക്കുകയില്ല. People, ഹല്ലേലൂയ. get this boldness in your spirit. ഈ ധൈര്യം നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങട്ടെ. John the Baptist, one day, the disciples of John the Baptist asked the disciples of Jesus, ആമേൻ. ആമേൻ. ഒരിക്കല് യോഹന്നാസ്നാപന്റെ ശിഷ്യന്മാർ യേശുവിന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, why are not your disciples fasting? ആമേൻ. നിങ്ങളുടെ യേശുവിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് ഉപവസിക്കാത്തത്? I mean, we are fasting. ഞങ്ങൾ ഉപവസിക്കുന്നല്ലോ. Why are you not fasting? നിങ്ങൾ എന്താണ്? So the disciples went to Jesus. യേശുവിന്റെ അടുക്കൽ അവർ ചോദിച്ചു. It's a good thing. Whatever people ask you, go to Jesus. ആമേൻ. എന്തറിയണമെങ്കിൽ യേശുവിന്റെ അടുക്കൽ പോയി ചോദിക്കാൻ നല്ല കാര്യമാണ്. So what did Jesus say? യേശു എന്ത് I പറഞ്ഞു? say, you don't have to fast when the bridegroom is with you. ആമേൻ. മണവാളൻ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ തോഴ്മക്കാർ ഉപവസിക്കേണ്ട കാര്യമില്ല. Hallelujah. സ്തോത്രം. Amen. Now you tell me, do we need to fast and pray? നമ്മൾ ഉപവസിക്കണമോ? നിങ്ങൾ പറ. ഹല്ലേലൂയ. പിന്നെ 40 ദിവസം കഴിഞ്ഞ് എന്തായിരുന്നു? What did we do the last 40 days? കഴിഞ്ഞ 40 ദിവസം നമ്മൾ എന്ത് ചെയ്തു? Oh. ഹല്ലേലൂയ. Let every I'm not against fasting. I fast and pray, but let me tell you this. ഞാൻ പറയട്ടെ. Every time you fast and pray, come up from the attitude of a good friend of Jesus to Christ in me. ആമേൻ.
ക്രിസ്തു അകത്ത് ശക്തമായി നിന്നാൽ ഉപവാസം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. Amen. If Christ is strong in you, you don't have to fast. പിടികിട്ടിയോ? Did you understand that? Let me explain. How many of you remember Pastor Raisin Thomas's message? Suddenly a message come. Amen. എത്ര പേര് ഓർക്കുന്നു റീസൺ തോമസ് പാസ്റ്ററുടെ മെസ്സേജ്? The inner circle. Number, I'll remind you, the inner circle. Amen. Who were the inner circle of Jesus? James, Amen. John, and Amen. Peter. In that inner circle, again, there was one more person selected to be close. He was lying on the bosom of Jesus. ആമേൻ. അകത്തെ സർക്കിൾ വൃത്തത്തിനുള്ളിൽ യേശുവിന്റെ മാറോട് ചേർക്കപ്പെടുവാൻ ഒരു വ്യക്തിക്ക് അവസരം കിട്ടി. But then there is somebody in whom Jesus was, and they were in Christ. Who was that? എന്നിട്ട് വേറൊരു വ്യക്തി ക്രിസ്തുവിലും ക്രിസ്തു ആ വ്യക്തിയിലുമായി. ആ വ്യക്തിയാണ്. Who was that? That is you and me. നിങ്ങളാണ്. For me, I don't know about you. For me, Jesus is not a person on Sunday morning I'll go and say, "Hi Jesus, I came to your church." For me, I go out, he's in me, I am in him, we are one. I hope you understand this. Amen. ഉയ്യോ ഇത് മതി എൻ്റെ അമ്മച്ചി ഇത് സ്ട്രീം ചെയ്യുന്നുണ്ടോ? Hallelujah. അവൻ പറഞ്ഞു അവന് യേശു ഒന്നാന്ന് പറഞ്ഞു എൻ്റെ അമ്മച്ചി. Praise the Lord. For me, people will take that part of the face thing, put in the Facebook. This fellow said he is one with Jesus. The same thing Jesus said. The Pharisees was about to throw stones. Amen. Jesus said, "I and the Father are one." Amen. ഞാൻ പിതാവ് ഒന്നാണെന്ന് യേശു പറഞ്ഞപ്പോൾ പരീശന്മാർ യേശുവിനെ എറിയാൻ കയ്യിൽ. He's telling he and God are one. ദൈവം താനും ഒന്നാന്ന് പറയുന്നു. I'm telling you today, Jesus and I are one. ഞാൻ പറയുകയാണ് ഞാനും യേശു ഒന്നാണ്. But did you understand what I'm saying? എന്നാൽ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? Isn't that what the Bible says? Christ in me, the hope of glory. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിലെന്നല്ലയോ പറയുന്നേ? Amen. And I'm in Christ. ഞാൻ ക്രിസ്തുവിലാണ്. Amen. ഞാൻ ക്രിസ്തുവിലാണ്. Even people say, ക്രിസ്തുവിൽ മരിച്ച വടക്കേപ്പറമ്പി പാപ്പി. They say that when they bury even nominal Christians, they say, "Oh, this man who is buried in Christ." പറയാറില്ലയോ? Amen. ആളുകളെ അടക്കുമ്പോൾ പറയാറുണ്ടല്ലോ ക്രിസ്തുവിൽ മരിച്ച ഇന്നിടത്ത് ഇന്നാര്. That Christ is in you, you are in Christ. What is wrong in saying you and Christ are one? Is that wrong? Amen. ക്രിസ്തു നമ്മളിലുണ്ട്, നമ്മൾ ക്രിസ്തുവിലാണെന്ന് പറയുന്നെങ്കിൽ ഞാനും ക്രിസ്തു ഒന്നാണെന്ന് പറയുന്നതിൽ എന്താണ് തടസ്സം? പക്ഷേ എത്ര പേർക്ക് ഉറപ്പുണ്ട്? Let me ask you this. How many people are really bold to say this when you talk to when you talk to your brothers or sisters who are not born again? How many of you are really bold to say, Jesus and I are one? എത്ര പേർക്ക് അങ്ങനെ പറയാൻ ധൈര്യമുണ്ട് ഞാനും യേശു ഒന്നാണെന്ന്? They may not understand. Supposing the Lord tells you to say that, will you say? ആളുകൾക്ക് മനസ്സിലായില്ല എന്നുള്ളതല്ല നമ്മുടെ വിഷയം. Shall I tell you something? ഞാൻ പറയട്ടെ. Don't wait for people to understand. You speak the word of God, they will understand. Amen. Jesus always was not waiting for the disciples to understand everything. Amen. He spoke every revelation. Peter and company did not understand 50% of what Jesus was saying. That is why Jesus said, "You guys, I know your limits. It is good that I am going. I'm going to send the Holy Spirit. Then he will tell you what you will understand. He will take from me." But that did not stop Jesus from speaking what he had to speak. He completed the work and went up to the Father. The Holy Spirit came. And then Peter suddenly lighted up. Suddenly James had a revelation. Suddenly this is going to happen in this church. Praise the Lord. Amen. Amen. നിങ്ങൾ പറയുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കുമോ നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സത്യം പറയുക. യേശു പറഞ്ഞത് ഒന്നും ശിഷ്യന്മാർക്ക് മനസ്സിലായി, അല്പമേ മനസ്സിലായുള്ളൂ. എങ്കിലും യേശു അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു. യേശു അവരുടെ ബലഹീനത മനസ്സിലാക്കി പറഞ്ഞു, ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, എന്നാൽ ഞങ്ങൾക്ക് സഹായകനെ അയക്കുമ്പോൾ നിങ്ങൾക്ക് സകലതും അവൻ ഓർമ്മപ്പെടുത്തി തരും. ഈ കാര്യം പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പത്രോസിന്റെ ഉള്ളിൽ കത്തി. പത്രോസിന് അന്ന് കാര്യങ്ങൾ ഓർമ്മ വന്നു. ഇന്ന് രാത്രി ഈ പരിശുദ്ധാത്മാവ് നമുക്കുണ്ട്. അതുകൊണ്ട് സ്തോത്രം. There is an advertisement in Kerala, Lidu Putti എന്തോ. Thank you, Lord. അപ്പൊ അതിനകത്ത് കയറി ഇരിക്കുക. There is an advertisement in Malayalam, in Kerala. In the mind there is a sweet. This fellow is getting some realization. Suddenly they show his head in the cartoon as blowing up. Amen. The same way when a revelation hits your head. Amen. Suddenly, we are all listening to righteousness and all that. When Brother Sajid is talking, he is talking from such powerful inspiration. Jesus himself taught him, that I know. The Lord himself taught. Many of us, we are understanding it. Amen. It is good that we are understanding. But when the ledu will pottle, Amen. when the revelation will break in your spirit, Amen. Amen. nobody can hold you here. Hallelujah. Praise the Lord. Amen. I am sure you will come and tell me, Pastor, ledu potti, Pastor. You will come and, Pastor, I received a revelation. I tell you, once you receive some revelations,
You will not stand. നിങ്ങൾ ഇവിടെ നിൽക്കത്തൊന്നുമില്ല. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ പോകുന്ന. I'm not saying you'll go against me or anything of the church. But you'll be on. You have something to tell people. You know why many of us are silent. You know, we will say, you know, Sajid brother said that we are righteous. Another pastor said we are righteous. What did you think? Thank you, Lord. I don't know. Amen. We'll call the pastor. Pastor, are we righteous? Yes, we are righteous. Are you sure? Amen. Yeah, I told you so many. Pastor, how do you know that we are righteous? God told me that I am righteous. I remember when I preached in Delaware, one day the Lord said, you are. Why do you try to become righteous? You are righteous. Huh? Ledu Botti. Huh? Wow, I am righteous. Thank you, Jesus. Amen. Church, pray that Jesus himself will open your intelligence, your understanding. Nobody Amen. Can push you down once Amen. You have a revelation of what he is. Amen. Actually, we are only listening. Amen. Amen. കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുന്ന കാര്യം നമ്മൾ തന്നെ നേരിട്ട് വെളിപ്പാട് പ്രാപിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുക. അത് കിട്ടുമ്പോൾ നമ്മൾ വ്യത്യസ്തരായി. You know what saddens my heart? എന്താ എൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നത്? I can sense, you know. When Sajid brother comes, it is finished. It is finished. It is finished. when Damien brother comes, 50% finished. What is Pastor Damien saying? According to that, we will believe. Then Pastor Benny Hinn comes and says something. People of God, may you have inspiration. May you have revelation. The Lord wants to teach you directly. Hallelujah. That is going to be awesome. Amen. It's good to listen to the word of God, but to have revelation, inspiration, illumination, that is awesome. That is different. Hallelujah. Okay, so coming back, we were talking about the righteousness of God. We are righteous, and it is something which we have to do with God. And God wants to reveal himself in you. Okay, can you tell me, you have been listening to, before we close in 5 minutes, you all have been, you all have been listening to me preaching. Can you tell me what is my area of revelation? Who can tell me? My area of revelation is not the right. I understand righteousness. I agree with that. But can you tell me what my area of cash push? That is only one. Fullness of God, character of God. These are areas where I have received revelation, straight revelation from God. Amen. Fullness of God. I've been speaking about the fullness of God. The rest I've been preaching, that is an area where God has given me revelation. Be at rest. See, that is a picture of rest. We heard that the other day. We heard a picture of rest. What a beautiful presentation. May God get the glory. But the children are lying with me. Beautiful, isn't it? You should listen to that tape. That was a picture of rest. How many of you are like that? How many of you think you're like that? Whether you feel it or not, it is like that. If you ask Abigail to explain rest and all that, she won't. But she's at rest. Right? She's at rest. She's with her mother. She's at birth. She doesn't understand the dynamics. She doesn't know the Greek and the Hebrew. She doesn't know how to preach the word of God right now. But she's at rest. We all are like that. He is actually taking care of us. There are some babies who wake up in the middle of the night. And there are some babies like that here. God said, don't worry, sleep. My future. Who's going to give me money? There are babies like that. Yeah. God said, sleep. I'll take care of you. I've taken care of everything. Don't worry. Hallelujah. Praise the Lord. That's it. Okay, people, so remember, you are the righteousness of God. Be strong in the fact that because of his righteousness, he will never let you down. Amen. ദൈവം നമ്മളെ നീതീകരിച്ചത് കൊണ്ട് നമ്മൾ ദൈവിക നീതി ആയതുകൊണ്ട് നമുക്ക് താഴ്ച ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുവരുത്തും. Now what we can do, നമുക്ക് എന്ത് ചെയ്യാം? believe, വിശ്വസിക്കുക, meditate on his righteousness. ദൈവത്തിന്റെ നീതിയെ നമ്മൾ ധ്യാനിക്കുക. How can we meditate on the righteousness of God? ദൈവത്തിന്റെ നീതിയെ എങ്ങനെ നമുക്ക് ധ്യാനിക്കാൻ പറ്റും? Speak the
righteousness of God. Always speak the righteousness of God. ദൈവത്തിന്റെ നീതി എപ്പോഴും സംസാരിക്കുക, Speak the goodness of God. ദൈവത്തിന്റെ നന്മയെ പറയുക. Keep on speaking, it becomes your first nature. ആമേൻ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രകൃതമായിട്ട് അത് മാറും. What you speak becomes your first nature. എന്ത് നമ്മൾ സംസാരിക്കുക നമ്മുടെ പ്രകൃതി. Remember what Pastor Damian Anthony said? He said when you pray, there is a transformation taking place. Amen. When you pray, you don't use negative words, do you? Amen. When you pray, don't use complaining words to God and say, Lord, you didn't give me this, you didn't give me that. Even after 40 days, you let me down. Please don't say these things to God. ആമേൻ. പ്രാർത്ഥിക്കുമ്പോൾ ദയവായി ദൈവസന്നിധിയിൽ പരാതികൾ പറയരുത്. 40 ദിവസം ഉപവസിച്ചു, കർത്താവ് എന്താ പ്രയോജനം, ഇങ്ങനൊന്നും ദയവായി പറയാൻ ഇടയാകരുത്. I didn't see anything. ഞാനൊന്നും കാണുന്നില്ലല്ലോ. God says, yeah, I know, but I am seeing something awesome for you. ആമേൻ. ദൈവം പറയും, ഞാൻ ഒത്തിരി മനോഹരമായി നിനക്ക് വേണ്ടി കണ്ടുകൊണ്ടിരിക്കുക. Hallelujah. സ്തോത്രം. People of God, speak the Hallelujah. right things, speak the right words. Amen. Bless Amen. him. Thank Amen. you. Amen. Amen. Thank you. Thank you, Hallelujah. Lord. Thank you for Stotram, everything. stotram, stotram. Yes, keep thanking God Thank for you, everything. Jesus. Keep on thanking God. You will see it. നിരന്തരം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. Yes, you will see things. അത് നിങ്ങൾ അത്ഭുതകരമായി കാണും. Keep on thanking. That is the righteousness of God. ആമേൻ. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ദൈവനീതി. Remember a word about thanksgiving. Who said about thanksgiving? Was it Brother Damian or Brother Sajid? Somebody said about thanksgiving. Brother Sajid said about thanksgiving. It's awesome, isn't it? അത്ര മനോഹരമായിരുന്നു. Let me quickly tell you, it's one more minute. Brother, how many of you know there's a man of God here in Philadelphia? His name is Pastor MC Abraham. He's father. It's a very well-known man of God in Delhi. His name is Chako or something. MC Chako or something. Pastor MC Chako. And a man of God who was with him many years ago told me, Pastor, one stotram means praise you, God, of that man is worth 1.5 times the praise of an ordinary believer. ആമേൻ. ആമേൻ. MC എബ്രഹാം എന്ന് പറഞ്ഞ പാസ്റ്ററിന്റെ പിതാവ് MK ചാക്കോ ഡൽഹിയിൽ പൈനിയർ മിഷണറി പോയ ദേവദാസനാണ്. അദ്ദേഹം എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുമായിരുന്നു. ഇന്ത്യയിലെ ശുക്ര എന്ന് അദ്ദേഹം പറയാം. അത് വളരെ ഭാരമുള്ള ഒരു സാധാരണ വിശ്വാസിയുടെ അരമണിക്കൂർ ആരാധനയെക്കാട്ടിൽ ഭാരമുണ്ട് ഒരു സ്തോത്രത്തിന്. അങ്ങനെ സ്തോത്രം ചെയ്യുന്ന മനുഷ്യനായിരുന്നു. I believe ഞാൻ വിശ്വസിക്കുന്നു. it is because of that man's praise this church has been going on. God's faithfulness to that man, ആമേൻ. that this church has been going on. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ ദേവദാസനോടുള്ള വിശ്വസ്തയിലാണ് ഈ സഭയിൽ പോകുന്നത്. ഞാൻ വിശ്വസിക്കുകയാണ്. Praise God. ദൈവത്തെ സ്തുതിക്കുക. Praise God for the past. കഴിഞ്ഞതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുക. Thank God for now. ഇപ്പോഴതിനായി സ്തോത്രം ചെയ്യുക. Thank God for the future. ഭാവിക്കായി സ്തോത്രം ചെയ്യുക. I sometimes I think, Lord, I will live up to 120 years. Then I thank you for people who you will arrange for the funeral, everything. ആമേൻ. കർത്താവേ, ഞാൻ എനിക്ക് തന്ന ആയുഷ്കാലം മുഴുവൻ 120 വർഷം തികച്ച് ഹല്ലേലൂയ കടന്നു പോകുമ്പോൾ എന്റെ എല്ലാ കാര്യങ്ങളെയും ഫ്യൂണറലിനെ സംബന്ധിച്ചവരെ നീ ക്രമീകരിച്ചിട്ടുള്ളതിനായി നന്ദി എന്ന് ഞാൻ പറയാറുണ്ട്. That is if you don't come before that. ആമേൻ. ഹല്ലേലൂയ. നമ്മള് If you want, your life is going to be glorious. ആമേൻ. ആമേൻ. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മഹത്വകരമാക്കാൻ നമുക്ക് പറ്റും. മേലാ ലഡു പൊട്ടിയതിനകത്ത് കേറിയാൽ. Hallelujah. He's righteous. Can you stand up and give God glory? Give God his ദൈവത്തിന് credit. മഹത്വം കൊടുക്കാം. Praise Let's God. thank the Lord for that. നിങ്ങൾക്ക് മനസ്സിലായില്ല. Thank you, പാസ്റ്റർക്ക് ഇത് Jesus. എങ്ങനെ മനസ്സിലായെന്ന് നിങ്ങൾ കേട്ടില്ല. Okay. Hallelujah. Let's thank the Lord നമുക്ക് ദൈവത്തിന് നന്ദി and പറയാം. say, Lord, thank you for your righteousness upon my life. കർത്താവേ, അങ്ങയുടെ നീതി എൻ്റെ മേൽ ചാർത്തിയതിനായിട്ട് Lord, നന്ദി. let your righteousness fall upon me. കർത്താവേ, അങ്ങയുടെ നീതി എൻ്റെ മേൽ വീണു ഞാൻ അറിയട്ടെ. Yeah, let me know that righteousness is there. Manifest your righteousness. അങ്ങയുടെ നീതി എന്നിൽ ഒന്ന് വെളിപ്പെടട്ടെ നാഥനേ. When you acknowledge the truth about yourself, നമ്മളെ പറ്റിയുള്ള സത്യം നമ്മൾ the അംഗീകരിക്കുമ്പോൾ Holy Spirit, it's easy for the Holy Spirit to work in you. പരിശുദ്ധാത്മാവ് നമ്മളെ പ്രവർത്തിക്കാൻ എളുപ്പമാണ്. It's very easy because the Holy Spirit says that's that child that agrees with my work. ആമേൻ. പരിശുദ്ധാത്മാവ് പറയും എൻ്റെ പ്രവൃത്തിയോട് അത് ആ പൈതൽ യോജിക്കുന്നല്ലോ. Everything of Jesus Christ is in you. യേശുക്രിസ്തുവിനുള്ള എല്ലാ പൂർണ്ണതയും നിങ്ങളിലുണ്ട്. Everything is already deposited in you because you've accepted Jesus as the Lord of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവായ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് യേശുവിലുള്ള എല്ലാ നന്മയും നിങ്ങളിലുണ്ട്. You heard yesterday a wonderful testimony. I heard. ഇന്നലെ ഒരു നല്ല സാക്ഷി നിങ്ങൾ കേട്ടല്ലോ. Our brother Liaquat Ali, he came here. ഇന്ന് പോയോ രാവിലെ? അറിയത്തില്ല. He came yesterday. He spoke the name of Jesus. And when he went back home, I heard that he said, I am feeling so different. ആമേൻ. Praise the Lord. അദ്ദേഹം He's from Pakistan. വ്യത്യസ്തനായി അദ്ദേഹത്തിന് ആ ആത്മാവിൽ ദൈവ നീതിയുടെ അനുഭവം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടെന്ന് പറയുവാൻ. സ്നാനപ്പെട്ടില്ല. ഓ, അദ്ദേഹം സ്നാനപ്പെട്ടില്ലല്ലോ. He didn't get baptized. Hallelujah. അച്ഛാ ചുമ്മാ ഇരി. Thank you, Jesus. He didn't get baptized. അയ്യോ, സ്നാനപ്പെട്ടില്ലല്ലോ. But the Lord touched him. ആമേൻ. എങ്കിൽ ദൈവം അദ്ദേഹത്തെ തൊട്ടല്ലോ. ആമേൻ. God touched him. ആമേൻ. Who do you think Jesus is, people? Hallelujah.
യേശു ആരാന്ന് നമ്മൾ Yesterday, വിചാരിക്കും. when Sajid was ministering to him, I started to cry. You know why? Suddenly, ആമേൻ. the Islam world came to my heart. I said, Lord, there are plenty of people like this. They are your property. That is that was the cry that came to my heart. Lord, you don't belong to Christians. ആമേൻ. You are not just our God. You Hallelujah. are rightfully the Lord of the entire universe. ആമേൻ, ആമേൻ. അതിന്റെ കർത്താവിനെ ശുശ്രൂഷിക്കും. എനിക്ക് ഹൃദയത്തിലുണ്ടായ കരച്ചിലാണ്, കർത്താവേ, നീ ഞങ്ങളുടെ മാത്രമല്ല, നീ സകല മനുഷ്യരുടെയും രക്ഷകനാണ്. Jesus died for all mankind, people. എല്ലാ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് യേശു മരിച്ചത്. And I pray God will give each of us a mandate to go and speak the truth about Jesus. യേശുവിന്റെ സത്യം മറ്റുള്ളവർ പറയുവാൻ ഒരു നിയോഗം ദൈവം നമുക്ക് തരട്ടെ. He spoke Jesus yesterday. ഇതിലെ യേശുവിനെയാണ് കർത്താവിന്റെ ദാസൻ He പറഞ്ഞത്. said Jesus. യേശു. Hallelujah. സ്തോത്രം. He said Jesus. യേശു എന്ന് പറഞ്ഞു. Oh, he opened his mouth and said Jesus. വായ തുറന്ന് യേശുവേ എന്ന് അദ്ദേഹം വിളിച്ചു. When he opened his mouth and said Jesus, വായ തുറന്ന് യേശു വിളിക്കുമ്പോൾ the Holy Spirit was very happy. I'm just imagining this. പരിശുദ്ധാത്മാവിന് വളരെ സന്തോഷം. He said, that child of mine said Jesus, here I go, tap. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. എന്റെ പേരെടുക്കുന്നല്ലോ, ഞാൻ അവനെ അനുഗ്രഹിക്കാം. Come on, people. പറയുക. Oh, I'll tell you, we have a prophecy about our church. സഭയെ പറ്റി നമുക്ക് ദൈവദൂതുണ്ട്. Many Islam people will come. This is the beginning. അനേക മുസ്ലിങ്ങൾ വരും, അതിന്റെ ആരംഭമാണ്. We have a prophecy about our church. Many priests will be baptized. It has already taken place. It's going to happen. അനേക In Greece. പുരോഹിതന്മാർ സ്നാനപ്പെടുമെന്ന വാഗ്ദത്തമുണ്ട്. അത് സംഭവിച്ചു, ഇനിയും സംഭവിക്കും. Still going to happen. ഇനിയും നടക്കും. God is God is God is God is God. ആമേൻ. ദൈവം എപ്പോഴും ദൈവം തന്നെയാണ്. He cannot be limited. ദൈവത്തിന് പരിധിയില്ല. Oh, the Lord suddenly shows me a picture of Lazarus. ലാസറസിന്റെ ഒരു ചിത്രം ദൈവം കാണിച്ചു. God is going to raise the dead. ദൈവം മരിച്ചവരെ ഉയർപ്പിക്കാൻ He's going to use you and me. നിങ്ങളെ എന്നെ ഉപയോഗിക്കാൻ Are you ready, people? നിങ്ങൾ ഒരുക്കമാണോ? It is His glory, തന്റെ മഹത്വമാണ് His വെളിപ്പെടുത്തുന്നത്. righteousness. തന്റെ നീതിയാണ് വെളിപ്പെടുത്തുന്നത്. Nobody can stop it. ആർക്കും തടയാൻ പറ്റത്തില്ല. Can you say one thing to the Lord tonight? ഒരു കാര്യം നമുക്ക് കർത്താവിനോട് പറയാം. Lord, കർത്താവേ, I believe ഞാൻ you are വിശ്വസിക്കുന്നു, more powerful. അങ്ങ് എല്ലാവരെക്കാളും ശക്തനാണ്. No, you are more powerful than my greatest weakness. എന്റെ ഏറ്റവും വലിയ ബലഹീനതയേക്കാൾ അങ്ങ് ശക്തനാണ് യേശുവേ. Lord, I know nothing in my life can block you. കർത്താവേ, അങ്ങേ തടയുവാൻ എന്റെ ജീവിതത്തിൽ ഒന്നിനും കഴിയത്തില്ല. But Lord, tonight, എന്നാൽ ഇന്ന് രാത്രി please break away എന്നാൽ ഇന്ന് ഉടയ്ക്കണേ കർത്താവേ. every block, എല്ലാ തടസ്സങ്ങളും, everything എല്ലാം, that Christ you may manifest your glory through me. അങ്ങയുടെ മഹത്വം എനിക്ക് കൊണ്ടൊന്ന് വെളിപ്പെടാൻ തക്കണം എന്നെ ഒന്ന് ഉടയ്ക്കണം കർത്താവേ. When I am in my house, എന്റെ വീട്ടിലായിരിക്കുമ്പോൾ let me know your presence. അങ്ങയുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കട്ടെ. When I'm talking to somebody, ഞാൻ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ let the person who hears me hear you. എന്നെ കേൾക്കുന്ന വ്യക്തി യേശുവിനെ കേൾക്കട്ടെ. Lord, let me become transparent. ഞാൻ മറ്റുള്ളവരിലേക്ക് സുതാര്യമായി യേശു എന്നിൽ കൂടി കടന്നു ചെല്ലട്ടെ. Make me transparent, Jesus. എന്നെ യേശുവിനെ കാണുന്ന വ്യക്തിയാക്കി തീർത്താട്ടെ. Those who see me, let them see you. ഓ, എന്നെ കാണുന്നവർ യേശുവിനെ ഒന്ന് കാണട്ടെ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Thank you, Jesus. Thank you, Master. Our Father, we thank you for that word. For calling us to manifest your glory. For making us righteous. Bless your people tonight, Lord. And Lord, as we come to the end tomorrow, Thank you, Master. we are coming to a new beginning. Hallelujah. A new beginning. Hallelujah. Thank you. We love you. In Jesus' name we pray. Amen. Amen, 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 amen. People of God, next week I'm letting you